മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. മലപ്പുറം ചോളാരിയിൽ കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. റിയാസ് KMR ചേരുന്നു. റിയാസ്, വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇത്തവണ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത് മലപ്പുറത്താണ്. മലപ്പുറം ചേളാരിയിലെ 11 വയസ്സുള്ള പെൺകുട്ടിക്കാണ് ഇത്തരത്തിൽ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ രോഗ ഉറവിടം എവിടെയാണെന്നത് സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായി വ്യക്തമായിട്ടില്ല. എന്തായാലും കുട്ടിക്ക് ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് പനി, ഛർദി, ഒപ്പം തന്നെ തുടങ്ങിയ പോലുള്ള ഈ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി കുട്ടികളുടെയും മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവിടെ ചികിത്സയിലിരിക്കുന്നതിന്റെ ഭാഗമായാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുട്ടിയുടെ സ്രവ പരിശോധന നടത്തിയത്. ഈ സ്രവ പരിശോധന ഫലമാണ് ഇപ്പോൾ പോസിറ്റീവായിരിക്കുന്നത്. കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച താമരശ്ശേരി ആനപ്പാറ പോയിന്റ് 9 വയസ്സുകാരിയുടെ സഹോദരങ്ങൾക്ക് 2 പേർക്കും അവരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിട്ടുമുണ്ട്. 7ഉം 9ഉം വയസ്സുള്ള സഹോദരങ്ങളുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവ് ആയത് എന്നതും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണിത്. തീർച്ചയായും വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മലപ്പുറം ചേളാരിയിൽ കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.